കൊച്ചി മെട്രോ നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതയെ തുടർന്ന് തൃക്കാക്കര സഹകരണ ആശുപത്രിയിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നതായി പരാതിയുണ്ട്. KMRLന്റെ അശാസ്ത്രീയ മണ്ണ് നിക്ഷേപത്തിനെതിരെ പ്രതിഷേധവും ശക്തമാകുകയാണ്. പകർച്ചവ്യാധിയുടെ ഭീഷണിയിലാണ് രോഗികളും പ്രദേശവാസികളും. JCB എടുക്കുന്ന ഭാഗത്ത് നടക്കുന്ന സ്ഥലത്ത് ജില്ലാ കളക്ടർ KMRLന്റെ മെട്രോ പണിയുന്നതിൻ്റെ ബിൽഡിംഗ് പൈലിംഗ് വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി അനുമതി കൊടുത്ത സ്ഥലമാണ്. അവിടെ കിടക്കുന്ന വേസ്റ്റ് മാറ്റിക്കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനിടയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അരീക്കുടി ഒരു കാനയുണ്ടായിരുന്നു. ആ കാനയുടെ ഭാഗത്തേക്കും ഈ വെള്ളം വന്ന് വീണതോടുകൂടി ഞങ്ങളുടെ ഈ കോമ്പൗണ്ട് അകത്തേക്ക് മലിനജലം വന്ന് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ KMRL ഉദ്യോഗസ്ഥർ, മെട്രോ ഉദ്യോഗസ്ഥർ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറും ദുരിതവാനും എല്ലാവരും ഇടപെട്ട് പരിഹാരം കാണുന്നില്ല. എത്രയും വേഗം പരിഹാരം കണ്ടില്ല വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിപ്പോൾ ഈ മലിനജലം തൊട്ട് കയറുന്നതന്നെ ഇവിടെ IC യൂണിറ്റും നമ്മുടെ CT സ്കാനും എല്ലാം മോർച്ചറി എല്ലാമാണ്. അനിൽ ജോർജ് ഉണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. അനിൽ ജോർജ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വെള്ളം കയറുന്നത് ഇപ്പോഴും തുടരുകയാണോ? രണ്ട്, ഈ പ്രതിഷേധത്തിനൊടുവിൽ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ? അതും കുറെ നാളുകളായി ഈ പ്രതിസന്ധി ഇവിടെയുണ്ട്. പക്ഷേ ഇതിനെതിരെ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 ദിവസം തുടർച്ചയായി മഴ പെയ്തതോടുകൂടി വലിയ തോതിൽ മലിനജലം അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മലിനജലം ഒഴുകി പോകുന്നില്ല, അതവിടെ കെട്ടിക്കിടക്കുകയാണ്. അതാണ് പകർച്ചവ്യാധിക്ക് ഇടയാക്കുകയും ചെയ്യുന്നത്. 2ാം ഘട്ട മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തൃക്കാക്കര നഗരസഭാ ഓഫീസിനും ആശുപത്രിക്കും മധ്യയുള്ള 6 ഏക്കർ സ്ഥലത്ത് ഈ മുഴുവൻ വേസ്റ്റ്, പൈലിങ്ങിന്റെ വേസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് നിക്ഷേപിക്കുകയായിരുന്നു. ഇത് പിന്നീട് അവിടുന്ന് മാറ്റിക്കൊള്ളാമെന്ന് ആദ്യഘട്ടത്തിൽ ഇവരോട് പറയുകയും ചെയ്തിരുന്നു. ഈ ആശുപത്രി സാധാരണക്കാരായ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. ഇത്തരം വേസ്റ്റ് വന്നതോടുകൂടി ഈ സീപോർട്ട് എയർപോർട്ട് റോഡിന് അടിയിലൂടെയുള്ള പഴയ കലുങ്ക് പൂർണ്ണമായും മൂടിപ്പോയ സാഹചര്യമുണ്ടായി. അതോടെ കാക്കനാട്, മാവേലിപുരം ഭാഗങ്ങളിൽ നിന്നുള്ള മഴവെള്ളം ഈ കള്ളിയങ്കൽ പാടത്തേക്ക് ഒഴുകിയിരുന്ന ഒരു സ്വാഭാവികമായി ഒഴുകിയിരുന്ന ഒരു കാനയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് മൂടിപ്പോയത്. അതോടുകൂടി ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ജലം മുഴുവൻ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ റോഡിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും എല്ലാം ഒഴുകിയെത്തുന്ന മലിനജലം, കറുത്തിരുണ്ട ജലമാണ് അവിടെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ആ ഹോസ്പിറ്റലിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇതിനൊപ്പം തന്നെ സമീപവാസികളുടെ കിണറുകളിലേക്ക് ഈ മലിനജലം ഒഴുകുന്നതായി പരാതിയുണ്ട്. ആകെ അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ ഈ പരാതിയിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ പ്രശ്നം തുടരുകയാണെന്നാണ് അനിൽ ജോർജ് നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.